ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. ചിക്കൻ കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു കേക്കാണിത്. അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കേക്ക്. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയ സ്പൂണിന് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേ രീതിയിൽ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ട പിടിക്കരുത്. കട്ട പിടിക്കാതെ വേണം നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് പറ്റി കിട്ടണം. വെള്ളമൊക്കെ പറ്റി വെന്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ചിക്കൻ വേവിച്ച അതേ പാൻ തന്നെ എടുത്തു. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് 2 പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഒരുപാടങ്ങ് വേവിക്കണ്ട. അതിൻ്റെ കൂടെ ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത കുറച്ച് മല്ലിയില, 1 സ്പൂൺ സോയാ സോസ്, ഇനി കുറച്ച് ഉപ്പ്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. 1/4 ടീസ്പൂൺ ഗരം മസാല. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കേക്കിൻ്റെ പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് എണ്ണ തടവിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോർ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്.
അതിൽ പാത്രം ചൂടായിരിക്കുകയാണ്. അതിലേക്ക് ഒരു വളയവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. നമ്മുടെ ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വെന്ത് കിട്ടാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഈ സെൻറ്റർ ഭാഗം ഒന്ന് കുത്തി നോക്കുക. ഒരു ഇറുക്കിലെടുത്തിട്ട് എന്നിട്ട് ഈ ഇറുക്കിടിനകത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെന്തോന്നറിയാൻ പറ്റും. അപ്പോൾ ഇത് 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബും കമൻസും ഒന്നും ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.